എയർ മാർഷൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഈ പരനാറിക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അവനത് പബ്ലിക്കിൽ പറയട്ടെ ഏത് എയർ മാർഷലിനെയാണ് അവൻ വിളിച്ചതെന്നുള്ളത്. ഇവനെന്ത് പബ്ജി കളിക്കുകയാണ്, ഇവൻ തല്ലി വട്ടാക്കി തോന്നുന്നു പബ്ജി കളിച്ചിട്ട്. അവനുള്ള പണി ഞാൻ മിനിഞ്ഞാന്ന് ഈ ന്യൂസ് കണ്ട വഴിക്ക് തന്നെ ഞാൻ ഓങ്ങി വെച്ചതാണ്. നമ്മളിപ്പോൾ കേട്ടത് ഒരു സാമ്പിൾ മാത്രം കേട്ടോ. നമ്മുടെ മാത്യു, നമ്മുടെ പുട്ട് മാത്തപ്പനെ പറ്റി നമ്മുടെ മേജർ രവി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അനിൽ മുഹമ്മദിനെ നമുക്കെല്ലാവർക്കും അറിയില്ലേ. അതായത് നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. പുള്ളിനെ വരെ സുഡാപ്പി ചാപ്പ കുത്തി നമ്മുടെ കുറേ സംഗീതക്കൂട്ടങ്ങൾ പിന്നാലെ നടക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, പുള്ളിക്ക് അതൊരു വിഷയമേ ഇല്ല. അപ്പോൾ പുള്ളി ഇന്ന് നമ്മുടെ മേജർ രവിനെ വിളിച്ച്, അതല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംഭാഷണമാണ് നമ്മുടെ പുട്ടുമാത്തപ്പനെ പറ്റി. അതായത് നമ്മുടെ സംഘികളുടെ കൺകണ്ട ദൈവമായിട്ടുള്ള പുട്ടുമാത്തപ്പൻ ഇത്രയും കാലം സംഘികൾക്ക് വേണ്ടിയിട്ട് സേവിച്ച്, സംഘികൾക്ക് വേണ്ടി തീട്ടം തൂറിക്കൊടുത്ത് മെഴുകി ജീവിച്ച് പൈസ പറ്റിച്ച്, സംഘികളുടെ ഇഷ്ടം പോലെ പൈസ അക്കൗണ്ട് ത്രൂ ആയിട്ടും നമ്മുടെ യൂട്യൂബ് ത്രൂ ആയിട്ടും ഒരുപാട് പൈസ മുക്കിയിട്ടുള്ള നമ്മുടെ പുട്ടുമാത്തപ്പൻ്റെ പറ്റി എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ. അതെ, പുട്ടുമാത്തപ്പൻ ഇല്ലാത്ത കഥകൾ ഇന്ത്യയുടെ 3 അല്ല 5 അല്ല 7 ഫൈറ്റർ ജെറ്റുകൾ പുട്ടുമാത്തപ്പൻ്റെ പുട്ടിൻ്റെ തള്ളോട് കൂടി വീട്ടിൽ താഴട്ട് ഇപ്പോൾ ആവി പോയ പുട്ടിൻ്റെ ചാനൽ വരെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ പുട്ടുമാത്തപ്പനെ പറ്റിയിട്ട് മേജർ രവിനോട് കുറച്ച് ചോദിച്ച്, അതായത് അനിൽ മുഹമ്മദ് പുള്ളിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് മേജർ രവി വരെ പൊട്ടിത്തെറിച്ച് സംസാരിച്ചത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. എയർ മാർഷൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഈ പരനാറിക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അവനത് പബ്ലിക്കിൽ പറയട്ടെ ഏത് എയർ മാർഷലിനെയാണ് അവൻ വിളിച്ചതെന്നുള്ളത്. ഇവനെന്ത് പബ്ജി കളിക്കുകയാണ്, ഇവൻ തല്ലി വട്ടാക്കി തോന്നുന്നു പബ്ജി കളിച്ചിട്ട്. അവനുള്ള പണി ഞാൻ മിനിഞ്ഞാന്ന് ഈ ന്യൂസ് കണ്ട വഴിക്ക് തന്നെ ഞാൻ ഓങ്ങി വെച്ചതാണ്. കാരണം ഇവൻ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇവനെ പണ്ടത്തെ ഇവന്റെ ഫുൾ അപ്പം മിനിഞ്ഞാന്നുള്ളത് അത് കൊടുക്കുന്നതിന് മുന്നേ എനിക്ക് ഇവന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ കംപ്ലീറ്റ് പ്രൂഫ് ഇവന്റെ ഫ്രോഡ് കേസുകളില് എല്ലാം എന്റെ കയ്യിൽ കൊണ്ടു തന്നു. സാറ് ഞാൻ എന്താ ചെയ്തോ എങ്ങനെ പറയാം. അപ്പൊ ഞാനിപ്പോ അതൊന്നും എടുക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ. പക്ഷെ പിന്നെ അത് വായിച്ചപ്പോഴാണ് ഇവൻ പോലും ഇത്രയും ഒരു പണത്തിന് വേണ്ടി മാത്രം എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഡോക്ടർ അവരുടെ ഭാര്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അതെല്ലാം എന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാൻ അറിയുന്നത് 2 കോടി എറണാകുളത്ത് ഓഫീസ് തുടങ്ങാനെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് ഇപ്പം മോഹൻലാലിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ കറങ്ങി. അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ മോഹൻലാലിനെ തെരുവിളിച്ചുകൊണ്ട് നടക്കുന്നു. അവിടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ട്രാപ്പ് ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ അവന്റെ ചാനൽ, എന്നിട്ട് ഞാൻ ഇവന്റെ ചാനൽ തുറന്നു ആദ്യം കാണുന്നത് അക്കൗണ്ട് നമ്പറാണ്. ഒരു യൂട്യൂബ് ചാനലിലെ അക്കൗണ്ട് നമ്പർ ഞാൻ എന്റെ ഇത് വികസിപ്പിക്കുന്ന ഇങ്ങനെയാണോ അനില്? രാജ്യം ഒരു യുദ്ധത്തിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ മൊറാൽ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ ഇവിടെ വന്നിട്ട് 5 റാഫേൽ പോയി. ഇവന്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്താണോ ഇന്ത്യക്ക് പാകിസ്ഥാൻ അവിടെ തോക്ക് ചൂണ്ടുമ്പോഴത്തേക്കും വീഴുന്ന റാഫേൽ എന്ന് പറയുന്നത്? റാഫേൽ അത്രയും ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ്. ഇവനൊക്കെ പറയുമ്പോ ഇവന് ഒരു ബുദ്ധിയില്ല. അതോ അത് വീണിരിക്കുന്ന ഇന്ത്യയിൽ അവൻ ഇട്ടിരിക്കുന്ന ഫോട്ടോ ഫുൾ കാശ്മീരീസ് 4 വശത്ത് നിൽക്കുന്നത് പോലെ. പാകിസ്ഥാനിൽ പോയ റാഫേൽ എങ്ങനെയാണ് അതിലെ ഇന്ത്യയിൽ വന്ന് വീണ്? വെറുതെ പറയാണ്. അല്ല, അതിന്റെ വേറൊരു വിശദീകരണം. അതെന്താണ്? ഞാൻ അവിടുത്തെ എയർ മാർഷലുമായി സംസാരിച്ചു. അനിൽ വേറൊന്നറിയോ? എന്റെ ബാച്ച്മേറ്റ്, എന്റെ ഒറിജിനൽ ബാച്ച്മേറ്റ് 84 ഡിസംബറിൽ പാസ് ഔട്ട് ആയിട്ടുള്ള ആളെന്ന ആർമി ചീഫ് ജനറൽ ദ്വിവേദി. അതുപോലെ തന്നെ കാശ്മീരിലെ കമാൻഡ് ചെയ്യുന്നത് ജനറൽ സുജീന്ദർ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പാസ് ഔട്ട് ആയതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിനെ യൂസ് ചെയ്തിട്ട് നമുക്കൊന്നും നമ്മൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചാലും ഓൾ ഓക്കെ ദാറ്റ്സ് ഓൾ. അല്ലാതെ ഇവനെ പോലെ പറയുമ്പോഴത്തേക്കും എയർ മാർഷൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഈ പരനാറിക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അവനത് പബ്ലിക്കിൽ പറയട്ടെ ഏത് എയർ മാർഷലിനെയാണ് അവൻ വിളിച്ചതെന്നുള്ളത്. ആ എയർ മാർഷലിനെ കോർട്ട് മാർഷൽ ചെയ്യിപ്പിക്കാനുള്ള എല്ലാ സെറ്റപ്പും എനിക്ക് ചെയ്യാനുള്ള ഇന്ന് ദൈവീകരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരു എയർ മാർഷൽ അവിടെ നടക്കുന്ന കാര്യങ്ങള് ഇവന്റെ അടുത്ത് പറഞ്ഞെങ്കില് സംതിങ് റോങ്. അത് വെറുതെ പറയുന്നതാവും, ഇയാള് വെറുതെ അവകാശപ്പെടുന്നതാവും. കൂടുതലല്ലാതെ ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 2-3 ചാനലിൽ ഒരു പെൺകുട്ടി നന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട് അത് കേൾക്കാൻ. കാരണം ഇത്രയും ഞാൻ ഇങ്ങനെ ഒരാളെയും ഞാൻ തെരുവിളിച്ചിട്ടില്ല. അതിന്റെ രാജ്യത്തിന്റെ പ്രശ്നമാണ്. രാജ്യം നമ്മൾ നിന്നിട്ട് ഒറ്റക്കെട്ടായി നിന്നിട്ട് എന്റെ അസിസ്റ്റന്റ് എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള
കൊല്ലത്തുള്ള പയ്യൻ അവിടെ രാജേഷ് ബിക്കാനീറിൽ ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ്. ഞാൻ രാത്രി 3 മണിക്കാണ് അവന്റെ അടുത്ത് വിളിച്ചു പറയുന്നത്, നീ അവിടുന്ന് ഇറങ്ങി പോരെ മോനെ, സംഭവം കുറച്ച് പ്രശ്നമാണ്. അപ്പൊ ഇല്ല ചേട്ടാ, ഞങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്ത് പോവാണ്. നമ്മളിങ്ങനെ ഓരോരുത്തരെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്തും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാരെ പേടിപ്പിക്കും. ഇവൻ പേടിപ്പിക്കുമ്പോ 5 റാഫേൽ ഇവൻ ആദ്യം തുടങ്ങിയത് 1 ഇവനെന്ത് പബ്ജി കളിക്കുകയാണ്. ഇവൻ തല്ലി വട്ടായിരിക്കുന്നു പബ്ജി കളിച്ചിട്ട്. എന്നിട്ട് റാഫേലിന്റെ കാര്യം പറയുന്നു. അല്ല, എന്തൊരു ക്രൂരതയാണ് ഇതുപോലെ. പുള്ളി സാധാരണ ചാനലിൽ വാർത്ത ചെയ്യുമ്പോഴെല്ലാം ഇതുപോലെ ബോഗസ് ആയിട്ട് ഓരോരുത്തരെ പറയും, മറ്റേടത്ത് നിന്നാളിനെ വിളിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ഇതിലും കയറി പറഞ്ഞതാ. അനിൽ ഇത് എന്താണെന്ന് വെച്ചാൽ ഇവൻ പണ്ട് ഇവനൊരു തേൽക്ക എന്ന് പറയുമ്പോ പേര് തേൽക്ക സാമുവൽ എന്നാണ്. ഇവൻ ഈ പെണ്ണുങ്ങളെ വെച്ചിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് മറ്റുള്ളവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഹണി ട്രാപ്പ് ചെയ്ത് അങ്ങനെ പൈസ ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഒരുത്തനാണ് ഇവൻ. ഇവനിപ്പോ ഇവിടെ കേരളത്തിൽ എവിടെയാണെന്നുള്ളതാണ് ഞാൻ അന്വേഷിക്കുന്നത്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഏതായാലും നമുക്ക് നേരിട്ട് കാണാമെന്ന് എന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ രാജ്യദ്രോഹി സാമൂഹ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഏതാണ്ടൊക്കെ പറഞ്ഞിരുന്നു. അവനെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ക്രൗഡ് ഫണ്ടിങ് എന്നും പറഞ്ഞ് ഇവന് 3 കോടി ഇപ്പൊ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഈ ക്രൗഡ് ഫണ്ടിങ്ങിൽ ഇവന് കൊടുക്കുന്നുണ്ടെങ്കിൽ, ആളുകൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ആള് ഇവനെ പോലെ തന്നെ രാജ്യദ്രോഹികളാണല്ലോ. അവരുടെ പേരിലും വരും അന്വേഷണം. രാജ്യം ഇന്ന് വേറെ ലെവലിലാണല്ലേ. നീ പണ്ടൊക്കെ ഇരുന്നിട്ട് വല്ലവനെയൊക്കെ തെരുവിളിച്ച് രാജ്യത്തിനെ തെരുവിളിച്ചിട്ടുണ്ടെങ്കിൽ യു കൻ എസ്കേപ്പ്, ബട്ട് ടുഡേ യു കാണ്ട്. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ പുട്ടുമാത്തപ്പന്റെ ജീവചരിത്രം. കണ്ട പെണ്ണുങ്ങളെ പറ്റിച്ച് കൂടെ കൂട്ടി അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ ഹണി ട്രാപ്പും വെച്ചിട്ട് അവരുടെ അടുത്ത് പൈസ വാങ്ങിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു അതെന്താ പറയുക, ഒരു എന്താ പറയുക, ഇത്തിക്കണ്ണികളുണ്ടല്ലോ, അതെ ഇത്തിക്കണ്ണി, പാരസൈറ്റ്സ്. ഇതാണ് ഇവന് എന്ത് വന്ന് ചിലച്ചു കഴിഞ്ഞാലും ഇവരെ ദൈവമായിട്ട് കാണുന്ന പരമനാറി സംഘികളെ നിങ്ങളൊക്കെ വെറും തീട്ടങ്ങളായിട്ട് തോന്നിപ്പോകുന്നു. ഇപ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്ത സംഘികളോട് എനിക്ക് പറയാനുള്ളത്, ഇവനെ പോലത്തെ ഒരു തീട്ടത്തിൻ്റെ തീട്ടം കഴിച്ച് ജീവിക്കുന്ന തീട്ടങ്ങൾ മാത്രമാണ് എൻ്റെ പരമനാറി സംഘികളെ. നിങ്ങൾ എല്ലാവരെയും അല്ല, ഒരുപാട് ഒരു കൂട്ടം സംഘികൾ ഇപ്പോഴും ഇവനെ വന്ന് സപ്പോർട്ട് ചെയ്ത സംഘികളുണ്ട്. ഏതൊരു വിക്ടറോ വേറെ ഏതൊരു മൊയന്തൊക്കെ ഉണ്ട്, മറ്റേ അമേരിക്കയിൽ ഇരുന്ന് ചിലച്ചുകൊണ്ടിരിക്കുന്ന 2 ചാനലുകൾ. ഈ വിവരം കെട്ട നാറികൾ ഇപ്പോഴും ഇവനെ സപ്പോർട്ട് ചെയ്ത് ഇവനെ പൊക്കി നടക്കുന്ന, അതിൻ്റെ താഴത്ത് ഇവനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക കമൻസ് ഇടുന്ന വാണസംഘികളെ നിങ്ങളോട് ഞാൻ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി എന്ത് പറയണം? ഇവനെപ്പോലത്തെ ഒരു തട്ടിപ്പ് വീരൻ ആൾക്കാരെ പറ്റിച്ച്, പെണ്ണുങ്ങളെ വെച്ച് ആൾക്കാരെ പറ്റിച്ച്, അവിടെ പറ്റിച്ച് ഇവിടെ പറ്റിച്ച് മൊത്തം പറ്റിച്ച് ഇല്ലാത്ത ആൾക്കാർ, ഞാൻ ബൊറാക്കിനെ വിളിച്ചു, ഞാൻ ട്രംപിനെ വിളിച്ചു, ഞാൻ മോദിനെ വിളിച്ചു, അവൻ ഒലത്തി. സത്യം, അവനെ കുണ്ടിലിട്ട് അവൻ ഒലത്തി. ഇതിനേക്കാൾ വലിയ നല്ല വേർഡ്സും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതിനപ്പുറത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. കുറേയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് സംസാരിക്കാം. ഇവരെപ്പോലത്തെ നാറികളെ കൂട്ടുപിടിച്ചിട്ട് ഇവൻ ടച്ച് വിടുന്ന ഫേക്ക് ന്യൂസ്, അതായത് ഈരാറ്റുപേട്ട മിനി താലിബാനാണെന്നും നമ്മുടെ മലപ്പുറം മിനി പാകിസ്ഥാനെന്നും പറഞ്ഞ് നാട്ടിലെ ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും മുസ്ലിമും തമ്മിൽ അടുപ്പിക്കുന്ന പരമനാറി പുട്ട് മാത്യു ചെറ്റെ നിന്നെ ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം. അത് നിനക്കിപ്പോൾ കിട്ടിയത്, നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നിനക്ക് ഇതിനേക്കാൾ വലിയ 8ന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കും. നീ ചിലപ്പോൾ ചാനൽ റിക്കവറൊക്കെ ചെയ്ത് വരുമായിരിക്കും. എങ്കിലും നിന്നോട് പറയട്ടെ, നീ ഒരു വൃത്തികെട്ട ജന്തുവാണ്. അത് നീ അത് മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ അപ്പുറത്തോടൊന്നും പറയാനില്ല. എന്താണ് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ ഇവനെ പറ്റി. പുട്ട് കട്ട് തിന്നിട്ടുള്ള പുട്ടുമാത്തപ്പനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും നോക്കട്ടെ.